ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര വലിയ മേക്കപ്പ് അല്ല, എന്നാലും അത്ര സിമ്പിളും അല്ലാത്തൊരു മീഡിയം ടൈപ്പിലുള്ള ഒരു മേക്കപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഓൾറെഡി ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത് ഈ ഹാഫ് ആൻഡ് ഹാഫിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ളതാണിത്. ഇതിൻ്റെ താഴെ തന്നെ ഒരു സ്പൂളിയുണ്ട്. അപ്പോൾ നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം. അങ്ങനെ ഐബ്രോസ് ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ ഫിറ്റ് മീയുടെ 128 ഷെയ്ഡാണ്. സ്പഞ്ച് എടുത്ത് ജസ്റ്റ് എൻ്റെ ഇവിടെ ഒരു പിമ്പിൾ മാർക്കുണ്ട്, അപ്പോൾ ജസ്റ്റ് ആദ്യം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിന്നിവിടെ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കൺസീലറൊക്കെ ഇടുന്നവർക്ക് കൺസീലർ ഇട്ടിട്ട് ബാക്കി ഫൗണ്ടേഷനൊക്കെ ഇടാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മൾ ഭയങ്കര ഒരു ഹെവി മേക്കപ്പ് അല്ല ചെയ്യുന്നത്. നമുക്ക് ഫൗണ്ടേഷനൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. കുറച്ച് ടൈം എടുക്കും ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമാധാനമായിട്ടിരുന്ന് ബ്ലെൻഡ് ചെയ്യുക. ആദ്യം ഇത് നല്ലൊരു വൈറ്റ് കാസ്റ്റ് വരും, പിന്നീട് അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഓക്കെ ആകും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെക്കിലും കൂടി അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും രണ്ട് ഷെയ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വലിയ കവറേജ് ഒന്നുമില്ല. ഞാൻ പിന്നെ കൺസീലർ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ പിമ്പിൾ മാർക്ക് ഇതാ ഇപ്പോഴും ഉണ്ട്. നമുക്കത് പോകുമെന്ന് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് ഹൂഡ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. ഫസ്റ്റ് എടുക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ട്രസ്റ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഷെയ്ഡാണ് എടുക്കുന്നത്. അതൊന്ന് അപ്ലൈ ചെയ്യാം. ആ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്കൊരു സ്മോക്കി ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലാം 21ൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഇതിൻ്റെ അകത്തുനിന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് എടുക്കാം. ബ്ലാക്ക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ആ ക്രീസിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇടാം. അടുത്തത് ഹൂഡ ബ്യൂട്ടിയുടെ ഒരു ഹെന്ന ഷെയ്ഡ് എടുത്തിടാം. അതിനടുത്ത് കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡ്യുവൽ ഷെയ്ഡ് പോലെ തോന്നും. ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ്, പിന്നെ അറ്റത്തൊരു ഡാർക്കർ ഷെയ്ഡും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിത് ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. 3 ഷെയ്ഡും അതുപോലെ വന്നിട്ടുണ്ട്.
ദ ബ്ലാക്ക്, പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഹൂഡ ബ്യൂട്ടിയുടെ, പിന്നെ ഒരു ഡാർക്കർ ഷെയ്ഡും. മൂന്നും കൂടി ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തപ്പോൾ നല്ല സ്മൂത്ത് ഫിനിഷിൽ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മോക്കി ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഐലൈനർ വരയ്ക്കാമേ. നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് എൻവൈബയുടെ ട്രൂലി മാറ്റ് ഐലൈനറാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ കാണിച്ചിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റാണ്. അപ്പം നമുക്ക് കണ്ണെഴുതാം വേഗം. കണ്ണിങ്ങനെ ക്യാമറ നോക്കി എഴുതിയാൽ ശരിയാവില്ല. അപ്പം ഞാൻ മിറർ നോക്കി എഴുതിയിട്ട് കാണിക്കാം വേഗം. അപ്പം നമ്മൾ ഒരു കണ്ണ് നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ കണ്ണ് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 കണ്ണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കാജൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ വന്നിട്ട് സ്റ്റുഡിയോയുടെ കാജലാണ്. ഡാർക്ക് ബ്ലാക്ക് ആണ്. നല്ല ജെറ്റ് ബ്ലാക്കിലുള്ള കാജലാണ്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐലൈനറൊക്കെ വരച്ചു. കാജലൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തേ ഉള്ളൂ. ഡാർക്കായിട്ടൊന്നും വരച്ചില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് ഒറ്റ സ്ട്രോക്ക് കൊടുത്തേ ഉള്ളൂ. അടുത്ത് നമുക്ക് മസ്കാര ഇടാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ തന്നെ ഐ ലവ് എന്ന് പറയുന്നൊരു മസ്കാരയാണ്. ഇത് നല്ല ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. നമുക്കതൊന്ന് അപ്ലൈ ചെയ്യാം. ഒന്ന് രണ്ട് സ്ട്രോക്ക് ഇടുമ്പോൾ തന്നെ ലാഷസ് ഒക്കെ നല്ല തിക്കാവും. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ കളർ ഷോ ബ്ലഷാണ്. ഫ്രഷ് കോറൽ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഒരു നല്ല പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ബ്ലഷ് ഇടാം. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇത് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ജസ്റ്റ് ലൈറ്റായിട്ടാണ് ഞാൻ ഇട്ടത്. ഇത് ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അടുത്ത നമുക്ക് ഹൈലൈറ്റർ ഇടാം. മെബിലിൻ്റെ തന്നെ മാസ്റ്റർ ക്രോം എന്ന് പറയുന്ന ഹൈലൈറ്ററാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. ഒരു റോസ് ഗോൾഡ് വരുന്ന ഷെയ്ഡാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമുക്ക് കുറച്ച് തിളക്കമൊക്കെ നല്ലതായിരിക്കും. കുറച്ച് തിളങ്ങട്ടെ. രാത്രിയൊക്കെ നമുക്ക് പുറത്തൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഈ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിരിക്കും. ഈ ജോയിൻസിലും ഈ ബെൻസിലും ഒക്കെ ഇത് വരയ്ക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. ചീക്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്ലഷ് ഇട്ടതിൻ്റെ കുറച്ചടുത്തായിട്ട് ഒന്ന് ഇട്ട് നോക്കാം. ഞാനിപ്പോൾ ഒന്നും കൂടുതലായിട്ട് ഇടുന്നില്ല, അതുകൊണ്ട് നേരെ കാണാൻ പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക്. ജസ്റ്റ് ഒരു സിമ്പിളാണ്. പിന്നെ ലൈറ്റിൻ്റെ ഇതും കൂടിയാണ് വലുതായിട്ട് കാണാത്തത്. ഇതാ ഇങ്ങനെ ഇരിക്കും, ജസ്റ്റ് ലൈറ്റായിട്ടിരിക്കും. ഇതിൻ്റെ കളർ വന്നിട്ട് ഇത് ഈ ഷെയ്ഡാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു മെറ്റാലിക് ഷെയ്ഡാണിത്. നമുക്കപ്പോൾ ചീക്കിലൊക്കെ ഒരുപാട് ഇടണമെന്നുള്ളവർക്ക് ഇടാം. നല്ല ഭംഗിയായിരിക്കും. ഇതാ ഇപ്പം നന്നായിട്ട് കാണുന്നെന്ന് തോന്നുന്നു. ലിപ്പിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഹൈലൈറ്റർ ഇട്ടപ്പോൾ അവിടെ എടുത്തറിയുന്നതുണ്ടോ നമ്മുടെ ലിപ്പിൻ്റെ അവിടെയൊക്കെ? നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഹൈലൈറ്ററാണിത്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം, ലിപ്സ്റ്റിക്ക്. അടുത്താണ് നമ്മുടെ മെയിൻ സാധനം ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് ഇല്ലാത്ത എന്തൊരു മേക്കപ്പ് അല്ലേ.
എനിക്ക് ലിപ്സ്റ്റിക്സൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിപ്പ് ലൈനറാണ്. മാർസിൻ്റെ ലിപ്പ് ലൈനറാണ്. എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറയുന്ന ലിപ്പ് ലൈനറാണ്. നമ്പർ 5 വൈൻ നൈറ്റ്സ് ആണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് നോക്കാം. നമ്മളെ ലിപ്പൊക്കെ ഏകദേശം ലൈൻ ചെയ്തു. അടുത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഡാസ്ലറിൻ്റെ ഒരു DLC 025 ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ലിപ്പ് ലൈനറും ഇതും കൂടി മിക്സ് ആകുമ്പോഴത്തേക്കും നല്ലൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അടുത്ത നമുക്കൊരു ലിപ് ഗ്ലോസ് ഇടാം. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് തന്നെ വാങ്ങിയൊരു ലിപ് ഗ്ലോസ് ആണ്. പിങ്ക് ക്രിസ്റ്റൽ നമ്പർ 4 ആണ്. പിങ്ക് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു ലിപ് ഗ്ലോസ് ആണിതാ. ഫുൾ ഗ്ലിറ്റേഴ്സ് ആണ് അകത്ത്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്ത് നിറയെ ഷിമ്മേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുണ്ടിൽ കിടക്കുമ്പോൾ നല്ല തിളക്കമായിരിക്കും. ഞാൻ കാണിച്ചു തരാം, ഫുൾ ഇട്ടിട്ട് കാണിച്ചു തരാം. ഒരുപാട് ഇടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ആ ഷിമ്മേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക്. ഭയങ്കര കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്നൊരു ലൈറ്റ് മേക്കപ്പ് അല്ല, ഒരു മീഡിയം ടൈപ്പ് മേക്കപ്പാണ്. ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്തു. പിന്നെ വന്നിട്ട് ഐ ഷാഡോ ഇട്ടു. 3 ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. 3 കളർ ഐ ഷാഡോ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്. പിന്നെ ഐലൈനർ വരച്ചു, കാജൽ, മസ്കാര, പിന്നെ നമ്മൾ ബ്ലഷ് ഇട്ടു, ഹൈലൈറ്റർ ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു, ലിപ് ഗ്ലോസ് ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്കൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് വരാം. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ.